ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പം മലയാളത്തിൽ നിന്ന് തമിഴിലോട്ട് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും അങ്ങനെ ഒരു വിജയത്തിനുള്ള സാധ്യത? രണ്ട് ഡിഫറെന്റ് കൾച്ചർ അല്ലേ, അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിൽ. ഇപ്പൊ നമ്മൾ ചോദിക്കട്ടെ, ഇപ്പൊ രജനീകാന്ത് എന്ന് പറഞ്ഞ നടൻ എന്തെല്ലാം കാണിക്കുന്നു. അദ്ദേഹം കാലുകൊണ്ട് ഇങ്ങനെ കറക്കിയിട്ട് കൊടുങ്കാറ്റുണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഉൾപ്പെടെ തിയേറ്ററിൽ നിന്ന് കൈയടിച്ചു. കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ വേറൊരു ലെവലിലാണ് ഇരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്ത് കാണിച്ചാലും നമുക്ക് ഓക്കെയാണ്, മനസ്സിലായില്ലേ? പടം എല്ലാം ഓടും. എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടെ, ഇതേ സാധനം വേറൊരു നടൻ, നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, ലാലേട്ടൻ കാണിച്ചാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുവോ? കാര്യം പുള്ളിക്കാരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പക്ഷെ രജനീകാന്തിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കുള്ളൂ. രജനീകാന്ത് മനസ്സിലായില്ലേ, ചീട്ട് കൊണ്ട് എറിഞ്ഞ ആളെ അഴുകുക, പിന്നെ ഏറി നിന്ന് ഫൈറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അദ്ദേഹത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം അത് തന്നെയാണ്, മനസ്സിലായില്ലേ? ഒരു സാധാരണ മനുഷ്യൻ അമാനുഷ്യത്വം കാണിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ ആരാധിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയാണ്. കാര്യം സായിപ്പന്മാര്, ഇംഗ്ലീഷുകാർ, ജപ്പാനിൽ നിന്നൊക്കെ ആളുകൾ ഒന്നും കണ്ടില്ല, ടി വി കണ്ടില്ല. എന്താ അവർക്ക് ആർക്കും ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള അറിയാത്തോണ്ടാണ്. അപ്പൊ അവരെന്തിനാണ്? അപ്പൊ അവർക്കും ഒരു ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പാഷൻ എന്ന് പറയുന്നത്. അവർക്കും അദ്ദേഹത്തിന്റെ ശൈലിയും ആ ഇതും ആളുകളുടെ ആവേശവും ആ ഒരു കരിഷ്മയും ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത് രണ്ട് തരത്തിലാണ്. അപ്പൊ കൾച്ചർ ഇസ് ഡിഫറെന്റ്. നമ്മൾ ഓരോ സിനിമകളും ഓരോ ഇതും ഓരോ രീതിയിലാണ് കാണേണ്ടത്. അത് കറക്റ്റായിട്ട് ആ സിനിമ അവിടുത്തെ ഭാഷയിൽ നിന്ന് ഈ ഭാഷയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചേരുന്ന രീതിയിൽ അത് ബ്ലെൻഡായി വരികയാണെങ്കിൽ ഓക്കെ. അല്ല, അല്പം മാറിപ്പോയി കഴിഞ്ഞാൽ